ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്രിക്കാണ്. അതായത് ഒരു വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആക്കാനും ഒപ്പം തന്നെ നിങ്ങളുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫ്രണ്ട് ബോണറ്റും വണ്ടിയുടെ ബാക്ക് സൈഡൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എളുപ്പത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഒരു വണ്ടി ഓടിക്കാനായിട്ടുള്ള ചില ട്രിക്കുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വണ്ടി പഠിക്കുന്ന തുടക്കക്കാർ ഇന്നത്തെ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും അധികം ഡ്രൈവിംഗ് പഠിക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വണ്ടിയുടെ ഇടതേ സൈഡിലെ ടയർ അല്ലെങ്കിൽ ഇടതുവശം എങ്ങനെയാണ് പോകുന്നതെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലെ നീളവും വണ്ടിയുടെ ബാക്കിലെ നീളവും മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ അതുകൊണ്ട് ശരിയാകുന്നില്ലെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. എന്നാൽ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ജഡ്ജ് ചെയ്യാനായിട്ട് ഈ സ്റ്റിയറിംഗ് വെച്ച് തന്നെ നിങ്ങൾക്ക് ജഡ്ജ് ചെയ്ത് സ്റ്റിയറിംഗ് കൺട്രോളും ക്ലിയർ ആക്കി വണ്ടിയുടെ ലെഫ്റ്റ് സൈഡും ഫ്രണ്ടും ബാക്ക് സൈഡും റൈറ്റ് സൈഡും ഒക്കെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ അതിന് ഇതേപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഇനി അതിനുള്ള ഒരു ട്രിക്കാണ് നിങ്ങളുമായിട്ട് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് റൈറ്റ് ടയർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതായത് ഈ ഒരു എ പില്ലറിനോട് ചേർന്ന് ഇവിടെയാണ് നിങ്ങളുടെ ഇടത്തെ സൈഡിലുള്ള ടയർ പോകുന്നത്. വലത്തെ സൈഡിലുള്ള ടയർ പോകുന്നത് ഈ എ പില്ലറിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഈ അടിഭാഗത്തായിട്ട് വരും നിങ്ങളുടെ വലത്തെ സൈഡിലെ ടയർ പോകുന്നത്. എന്നാൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നമുക്കത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിത് വണ്ടി ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുത്തു. ഓക്കെ, ഇപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ പതിയെ ചേരുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. നിങ്ങളെ ഞാൻ അതൊന്ന് കാണിച്ച് മനസ്സിലാക്കി തരാം. നിങ്ങൾ അതിനു വേണ്ടി ഈ സ്റ്റിയറിംഗ് വീലൊന്ന് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ടും ബാക്ക് സൈഡും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളുടെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ ഇത് ഈ ഒരു സൈഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇത് നോക്കേണ്ടത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ റോഡിൻ്റെ എൻഡും എൻ്റെ കൈയുടെ ഈ എൻഡ് ഭാഗവും ഇങ്ങനെ നോക്കുക. പക്ഷെങ്കിൽ നമ്മൾ സൈഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സൈഡിലെ ടയർ ഇടയ്ക്ക് നോക്കാനായിട്ട് ഇങ്ങനെ നോക്കണം. ഓക്കെ, ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം. ഇനി റൈറ്റ് ടയർ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ ഒരു രീതിയിൽ നോക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണെങ്കിൽ ഈ സ്പേസിന് വെളിയിലാണ് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ ദൂരമേ കാണുന്നതെങ്കിൽ നമ്മൾ സേഫാണ്. ഓക്കെ, ആ വണ്ടി അടുത്ത് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പില്ലറിലേക്കും ഈ മിററിലേക്കും നോക്കുക. ഓക്കെ, ഇനി ഞാനത് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. ഒപ്പം തന്നെ ബാക്ക് സൈഡും ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുത്തു. നിങ്ങൾ നോക്കിക്കേ, കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ എൻഡ് വെച്ചാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇപ്പം നമ്മളൊക്കെ അവിടെ മുന്നിലായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനോട് ഏകദേശം അടുത്താണ് നമ്മൾ വരുന്നത്. ഇതേ ഇങ്ങനെ അടുത്ത് വരുവാണ്. ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ഇത് ഏകദേശം അടുത്ത് വരുന്നു. അടുത്ത് വരുന്ന ടൈമിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കുക, ഞാൻ ഈ ഒരു സ്പേസ് വെച്ചാണ് എടുത്തേക്കുന്നത്. ഈ സ്പേസ് നമ്മൾ നോക്കിയ സമയത്ത് റോഡിൻ്റെ എൻഡ് ആയിരുന്നു. ഈ പോസ്റ്റ് നമുക്ക് അവിടെ നടുക്ക് കാണായിരുന്നു. പക്ഷെങ്കിൽ ഇങ്ങനെ നോക്കി നമ്മൾ ഈ പോസ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇത്രയധികം ഡിസ്റ്റൻസും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ നോക്കുക, പോസ്റ്റിനോട് അടുത്ത് നമ്മളിങ്ങനെ ചേർന്ന് വരുന്ന സമയത്ത് എൻ്റെ ഈ എ പില്ലറിനോട് ചേർന്നാണ് ആ പോസ്റ്റ് നിൽക്കുന്നത്. കണ്ടോ? അപ്പോൾ അത്രയധികം ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സൈഡിലുള്ള ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ നോട്ടം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കുക. അതായത് ആ ഒബ്ജക്റ്റിനോട് അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി തട്ടുന്നുണ്ടോ എന്നറിയാനായിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി തട്ടത്തില്ല. ഇപ്പോൾ വീണ്ടും നിങ്ങളെ കാണിക്കാം. ഇതേ ഇങ്ങനെ ഞാൻ ലെഫ്റ്റ് സൈഡ് നോക്കി പോകുന്നു. ഇപ്പം അവിടെ വീണ്ടും ഒരു പോസ്റ്റ് ഉണ്ട്. ഞാൻ ഇച്ചിരി കൂടെ അങ്ങോട്ട് ചേർക്കാം, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട് നോക്കുക. ഇപ്പോൾ ഇത് ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കി, ഇവിടെ ഒരു കാർഡുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ചേർന്ന് വരുന്നു. കറക്റ്റ് ആ കാർഡിനോട് ചേർന്നാണ് വരുന്നത്. നിങ്ങൾ നോക്കി, ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഈ കാർഡ് ഇവിടെ ആയിരുന്നു സെൻറ്ററിൽ. പക്ഷെങ്കിൽ അവിടെ നിന്ന് ഇത് ഇങ്ങനെ മാറി ഈ ഒരു സൈഡിലേക്ക് വന്നു. നിങ്ങൾ നോക്കുക, ഞാനിവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ദേ കണ്ടോ, എ പില്ലറിനോട് ചേർന്ന്. അപ്പം ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ നോട്ടം നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ എ പില്ലറിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ റൈറ്റ് സൈഡും കൂടെ നോക്കാമെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഈ ഒരു രീതിയിൽ നോക്കുക. അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ റൈറ്റ് സൈഡിൽ ഈ റോഡിൻ്റെ എൻഡും എൻ്റെ കൈയുടെ എൻഡും കൂടെ നോക്കുക. കണ്ടോ?
അപ്പോൾ പ്രോപ്പറായിട്ട് എൻ്റെ വലത്തെ സൈഡിലെ ടയർ ഈ റോഡിൻ്റെ ഏകദേശം ഈ ഒരു കണക്കിലൂടെയാണ് പോകുന്നത്, അതായത് ഈ എൻഡിൻ്റെ കണക്കിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വെളിയിലേക്കാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയെ ഒരു കാരണവശാലും തട്ടത്തില്ല. ഇനി നിങ്ങൾ എങ്ങനെയാണ് ബാക്ക് സൈഡ് ക്ലിയർ ആയിട്ട് ജഡ്ജ് ചെയ്യേണ്ടത്? ബാക്ക് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അല്ലെങ്കിൽ കാർ ഓടിക്കുന്ന സമയത്ത് കാറിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമ്മളുടെ ഡ്രൈവിംഗ് സീറ്റ് ഉള്ളതെന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പം ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റും കോ ഡ്രൈവർ സീറ്റും നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് മുന്നോട്ട് ആ ബോണറ്റ് സഹിതം വണ്ടിക്ക് ഒരു നീളമുണ്ട്. ഈ സെൻറ്റർ സീറ്റും കഴിഞ്ഞിട്ട് ഈ ഡ്രൈവിംഗ് സീറ്റും കഴിഞ്ഞിട്ട് നേരെ ബാക്ക് സൈഡിലേക്കും ഒരു നീളമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഏകദേശം സെൻറ്ററിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടുന്ന് മുന്നോട്ടുള്ള ഒരു നീളവും ഈ സെയിം നീളത്തിന് ആനുപാതികമായിട്ടുള്ള ഒരു നീളം ബാക്കിലേക്കും ഉണ്ടെന്നുള്ളൊരു മൈൻഡ് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബാക്ക് സൈഡ് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഇനി ബാക്ക് സൈഡ് എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത്? അതിന് നിങ്ങൾ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിറർ നോക്കുക. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ, ഈ റൈറ്റ് സൈഡിലെ മിററിലൂടെ നമുക്കിത് ഈ ഡോറിൻ്റെ എൻഡ് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയധികം നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡുള്ള ഒരു ക്ലിയർ വ്യൂ ഈ റൈറ്റ് സൈഡിലൂടെ മനസ്സിലാക്കാം. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ മിറർ വെച്ചിട്ട് ഇത് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ നോട്ടം പോകുന്നതിനോടൊപ്പം റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കി ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ബാക്ക് സൈഡും ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ഓരോ വളവെടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് തെറ്റാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അതെങ്ങനെ ക്ലിയർ ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഇവിടെ മുന്നിലായിട്ടൊരു വളവുണ്ട്. നിങ്ങൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ബാക്ക് സൈഡ് ജഡ്ജ്മെൻറ്റും ഈ വളവ് തിരിയുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കി, ഇപ്പം ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു. ഇവിടെ മുന്നിലായിട്ട് വണ്ടികളുണ്ട്. ഈ വണ്ടികൾ ഈ ഒരു പോയിന്റും കഴിഞ്ഞ് വെളിയിലാണ്. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? ഈ പോയിന്റും കഴിഞ്ഞ് വെളിയിലാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ വളരെ സേഫ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ വളവെടുക്കണം. നിങ്ങൾ നോക്കി, എനിക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കണം. നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പം റോഡിൻ്റെ ഈ ഒരു ഫ്രണ്ടിലേക്ക് നമ്മൾ വന്നു. ടേൺ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്കുള്ള നീളമാണ്. അതിന് നിങ്ങൾ റൈറ്റ് സൈഡിലെ മിററും ലെഫ്റ്റ് സൈഡിലെ മിററും ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നീളം നിങ്ങളുടെ മൈൻഡിൽ കണക്ക് കൂട്ടുക. അപ്പം കണക്ക് കൂട്ടുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ വണ്ടിക്ക് ബാക്ക് സൈഡിലേക്കുള്ള ആ ഒരു നീളമുണ്ട്, അതെൻ്റെ മൈൻഡിലുണ്ട്. അത് വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട്. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എടുക്കുന്നു. അതിനുശേഷം ആ നീളം കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്നത്. അത് ഓരോ വളവിലും നിങ്ങൾ അതങ്ങനെ ചെയ്യണം. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് പോകുന്നു. ഇവിടെ നിന്ന് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു വളവ് എടുക്കുകയാണ്. അതിന് പറ്റിയൊരു ഉദാഹരണമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വളവെടുക്കുന്ന സമയത്ത്, ഇടത്തോട്ട് തിരിയുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് തന്നെ ഇങ്ങനെ തിരിഞ്ഞ് തുടങ്ങരുത്. കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരിക. റൈറ്റിലേക്ക് വരുന്നത് എന്താണ്? നമ്മുടെ വണ്ടിക്ക് ഇങ്ങോട്ടൊരു നീളമുണ്ട്. ആ നീളത്തിൻ്റെ ബാക്ക് സൈഡിലെ ഭാഗം ഈ കുഴിയിലേക്ക് പോകരുത്. അതിനാണ് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റുന്നത്. ഇങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഒരു കാരണവശാലും അവിടെ തട്ടത്തില്ല. അപ്പം അത് നമ്മളെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? ഇങ്ങനെ ജഡ്ജ് ചെയ്യുക. ഇങ്ങനെ നോക്കിക്കുക. ഇപ്പോൾ റോഡിൻ്റെ എൻഡാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റുന്നു, എന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് കുഴിയിലേക്ക് പോകാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അതായത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഈ ഒരു രീതിയിൽ നോക്കുക. ബാക്ക് സൈഡ് മനസ്സിലാക്കാനായിട്ട് റൈറ്റ് മിററും ലെഫ്റ്റ് സൈഡിലെ മിററും നോക്കുക. ഒപ്പം തന്നെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ വണ്ടി ഓടിക്കുന്ന നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ സെൻറ്റർ ഭാഗത്താണെന്ന് മനസ്സിലാക്കുക. സെൻറ്റർ ഭാഗത്തുനിന്ന് മുന്നോട്ടൊരു നീളമുണ്ട്, ബാക്ക് സൈഡിലേക്കുള്ള ഒരു നീളം ഉണ്ടെന്ന് എപ്പോഴും മൈൻഡിൽ ഓർമ്മ വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ ഒരു ബോധത്തോടുമാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ തെറ്റത്തില്ല. പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.